കേസിയുമായുള്ള അസ്വാരസ്യങ്ങൾക്കിടെ മുഖ്യമന്ത്രിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കോൺഗ്രസിൽ തർക്കം രൂക്ഷം. അലോഷിക്ക് പിന്തുണയുമായി സമൂഹ മാധ്യമങ്ങളിൽ ക്യാമ്പയിൻ നടക്കുമ്പോൾ കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ മുഖ്യമന്ത്രിക്ക് എതിരെ വിമർശനങ്ങളാണ്. തർക്കം തുടരുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. ആദ്യം റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രി മുഖം നൽകാതെ പോയപ്പോൾ KPCCയിലെ ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിൽ അലോഷ്യസ് സേവ്യറിനെ VM സുധീരൻ ചേർത്തു നിർത്തി. പറയേണ്ടത് പറഞ്ഞു. ശ്രീ അലോഷ്യസ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എവിടെ അലോഷ്യസ് സേവിയർ ഇവിടെ KSUവിനെ നയിക്കുന്നു. ആരുടെ മുമ്പിലും നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ആർജവം, അതാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആർജവുമായി തുടർന്നു പോവുക. ഇടയ്ക്ക് ചില പ്രയാസങ്ങളൊക്കെ വരും, അതൊന്നും അത്ര ഗൗരവമായി എടുക്കരുത്. മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തരുത്, അതിന് കാരണം പറയുകയാണ് K. ബാബു. ഒരു വക്കീലിന്റെ കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് വേറൊരു MP ശുപാർശ ചെയ്തതാണ്. ഷാഫി പറമ്പിലോ അതല്ലെങ്കിൽ എറണാകുളം MP അല്ല, മറ്റൊരു യുവ MP ശുപാർശ ചെയ്തതാണ്. ആ കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുന്ന കാര്യമില്ല. പക്ഷെ KSUവിനകത്ത് ചേരിപ്പോര് നടക്കുകയാണ്. അലോഷ്യസ് സേവ്യറെ പിന്തുണച്ച് എറണാകുളം DCC ഓഫീസിന് മുന്നിൽ ബാനർ പ്രത്യക്ഷപ്പെട്ടു. KSUക്കാരെ തല്ലിച്ചതച്ചവരുടെ നിയമനത്തിൽ KSUവിന് കാര്യമുണ്ടെന്ന് വാചകം. രാത്രി സ്ഥാപിച്ച ബാനർ രാവിലെ മാറ്റി. പക്ഷേ എറണാകുളം KSU ജില്ലാ പ്രസിഡന്റ് അലോഷ്യസിനെ വിമർശിക്കുകയാണ്. പാർട്ടിക്കകത്ത് ഇന്ത്യയുള്ള ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കേണ്ടത് മുഴുവൻ മാധ്യമങ്ങളെയും ചേർത്ത് നിർത്തിയാണോ മുഖ്യമന്ത്രി എടുത്ത് സംസാരിക്കാൻ പോകേണ്ടത്? അപ്പോൾ ഇത് ചില അജണ്ടകളുടെ ഭാഗമായിട്ടാണ്. ചില മോഹഭംഗങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ, ചില മോഹഭംഗങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ചില വൈരാഗ്യത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ മനഃപൂർവ്വം കരിവാരിത്തേക്കുക. എന്നാൽ VD സതീശനെതിരായ വിമർശനം KSUവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റായ ഗോകുൽ ഗുരുവായൂർ ആവർത്തിച്ചു. നട്ടല് പണയം വയ്ക്കാത്ത KSUക്കാർ പ്രതികരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ പറഞ്ഞതിനപ്പുറം ഒന്നും പറയാതെ അലോഷ്യസ് സേവ്യർ ജാഗ്രതയോടെ മറുപടി പറഞ്ഞു. ഈ വിഷയം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ലാന്നേ. അതുകൊണ്ടാണല്ലോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തും. KSUക്കാരുടെ പ്രയാസങ്ങൾ, വിഷമതകൾ എല്ലാം പാർട്ടി കേൾക്കുമെന്ന് പറയുമ്പോൾ അതിനപ്പുറം ഒരു വരി കടന്ന് ഞാൻ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ലല്ലോ. ഫുട്ബോൾ മത്സരത്തിൽ പരസ്പരം ഗോളടിക്കും പോലെയാണ് കോൺഗ്രസിനുള്ളിലെ ചേരിപ്പോര്. സെൽഫ് ഗോളുകൾ ഒരു ടീമിന് നല്ലതല്ല എന്ന് നേതാക്കൾ മറക്കുന്നു. സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം പാർട്ടി നിർജീവമാണെന്ന അഭിപ്രായം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കുണ്ട്. അവർ അതൃപ്തിയിലുമാണ്. KPCC നേതൃയോഗം വിളിക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. അസ്വാരസ്യങ്ങളും തർക്കങ്ങളും പരിഹരിക്കാൻ നേതൃയോഗമാണ് ഇനിയുള്ള പോംവഴി. സജീവകുമാറിനൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അപ്പോൾ ഈ വിഷയത്തിന്റെ പരിണാമം എങ്ങോട്ടാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാൻ ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികനും ഒപ്പം ജോർജ് പൊടിവാറ മാധ്യമപ്രവർത്തകനും തത്സമയം ചേരുകയാണ്. ശ്രീകുമാർ, കാരണം വിഷയം ഇങ്ങനെ ആളി കത്തുകയാണ്. കാരണം ഒരു സമമായ ഫോർമുല ആരുടെ ഭാഗത്തുനിന്നോ സമമായ സ്വരം ഉണ്ടാകുന്നില്ല. ഇന്ന് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിവസമാണ്. അപ്പോൾ അനുസ്മരണ വേദികളിലൊക്കെ തന്നെ മുനവച്ച വാക്കുകളിലൂടെ എന്തൊക്കെയോ ആരെയൊക്കെയോ ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് ഉമ്മൻചാണ്ടിയുടെ വാട്ടുപാട്ടുകളിലൂടെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ പുകഴ്ത്തുന്നതിലൂടെയൊക്കെ പലരെയും ഉന്നം വെച്ചുള്ള വാക്കുകളായി നമ്മൾ കാണുന്നു. ഇപ്പോഴിതാ നോക്കൂ, ആ അസ്വാരസ്യങ്ങൾ താഴെത്തട്ടിലേക്ക് KSUവിലേക്ക് വരുമ്പോൾ അവിടെ KSUവിൽ ചേരുന്നതിന് അവിടെ പല കുട്ടികളെയും കരുമാക്കിക്കൊണ്ട് പുറത്തേക്കിറക്കി യുദ്ധത്തിൻ്റെ പുറപ്പാട്, പലരും ഗ്യാലറിയിൽ നിന്ന് കളി കാണുകയാണെന്ന തോന്നൽ. അപ്പോൾ ഈ പരസ്യ വിഴുപ്പലക്കൽ അത് എങ്ങോട്ടുള്ള പോക്കാണ്? എന്ത് കാറ്റുവീഴ്ചയാണ് ഇപ്പോൾ ഈ പാർട്ടിയിൽ സംഭവിക്കുന്നത്? ശ്രീകുമാർ. നോക്കൂ ശ്രീ പ്രജീഷേ, ഈ കോൺഗ്രസ് രാഷ്ട്രീയം കൃത്യമായി കണ്ട ഒരാളെന്ന നിലയ്ക്ക് എനിക്കിതൊരു തമാശയായിട്ടാണ് തോന്നുന്നത്. ഇത് ആർക്കോ വേണ്ടി ആരൊക്കെയോ കിടന്ന് ബഹളം വയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഇത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇതൊരു വിഷയമായിട്ട് അവർ എടുക്കില്ല. കാരണം അവർക്കറിയാം ഈ അഭിപ്രായങ്ങൾ പറയുന്നവരുടെയൊക്കെ നേതാക്കൾ ആരാണെന്നും അവരെന്തിനു വേണ്ടിയാണ് പറയുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഈ ചാനലുകൾ ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രസ്താവനകളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. പഴയ പത്രയുഗം മാത്രമായിരുന്നെങ്കിൽ. ഇത് വെറും മുഖം കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം. KSU പ്രവർത്തകർക്ക് അവരാദ്യമായി ചിന്തിക്കേണ്ടത് അവരവരുടെ ജോലി ചെയ്യണം. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ KSUവിന്റെ നഷ്ടപ്രതാപം തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. പാർട്ടിക്കുള്ളിൽ പലതും നടക്കും. അതിനൊക്കെ എല്ലാത്തിനും കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷെ അഭിപ്രായം പറയാം. കാരണം എന്താ വെച്ചാൽ KPCC എക്സിക്യൂട്ടീവ് പ്രത്യേക ക്ഷണിതാവ് എന്ന നിലയ്ക്ക് KSU പോഷക സംഘടനാ ഭാരവാഹികൾക്ക് വരും. അപ്പൊ അതുകൊണ്ട് അവർക്ക് അഭിപ്രായം പറയാം. പക്ഷെ അഭിപ്രായം പറയാനായിട്ട് അവർക്ക് അതിനുള്ള സൗകര്യവും സമയവും അവസരവും ഒക്കെ നേതാക്കൾ ഉണ്ടാക്കി കൊടുക്കും. അതിന് പകരമായിട്ട് ഇവിടെ രണ്ട് കാര്യത്തിലാണ് എനിക്കൊരു അഭിപ്രായ ഭിന്നതയുള്ളത്.
ഒന്ന് KSU പ്രസിഡന്റ് ശ്രീ അലോഷ്യസ് സേവ്യർ, അദ്ദേഹം ഈ ഒരു വിഷയം ഉന്നയിച്ചതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. കാരണം ഒരു SFIക്കാരിയെ 2 വർഷമായിട്ട് ലോയേഴ്സ് കോൺഗ്രസിൽ അംഗമാണെന്നുള്ള കാരണത്താൽ നിയമിച്ചതിൽ അതൊരു ശരിയായ നടപടിയല്ല. പക്ഷേ അത് പറയേണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല എന്ന് നേരത്തെ തന്നെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയിൽ പറ്റിയ അബദ്ധം എന്താന്ന് വെച്ചാല്, അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഒരുപാട് തുരുതുരാ ചോദ്യങ്ങൾ വരും. എല്ലാം ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് ചില CPM അനുകൂല ലേഖകന്മാരിങ്ങനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു ചോദ്യത്തിന് പെട്ടെന്നുള്ള ഒരു സ്ഫോടനാത്മകമായ മറുപടി ആയിട്ടാണ് എനിക്കത് തോന്നിയത്. ശൈലി പ്രശ്നമായി അത് മാറുന്നത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണ് പക്വത കാണിക്കേണ്ട ഒരു വ്യക്തിയാണ്. കുട്ടികളോടുള്ള നിലയ്ക്കുള്ള സമീപനം, കുട്ടികളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ ഏറ്റവും താഴെത്തട്ടിലുള്ള വിദ്യാർത്ഥി സംഘടന ഭാഗത്തുനിന്ന് അവർക്കൊരു പക്ഷേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ആളാണ്. പരസ്യമായി തിരുത്താമായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതേസമയം എന്താണ് ഇത് അഡ്രസ്സ് ചെയ്യുന്ന വിഷയം എന്താണ്? വിഷയത്തെക്കുറിച്ച് അന്ന് സാഹചര്യങ്ങളിൽ ഒരു SFIയുടെ മുൻനിര നേതാവ് അല്ലെങ്കിൽ മുൻകാലത്ത് ഏറ്റവും കൂടുതൽ ലോ കോളേജിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സമയത്ത് അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ദുരനുഭവങ്ങൾ ഉണ്ടായ ഒരു സംഘടന, ആ സംഘടനയുടെ ഒരു യൂണിറ്റ് ഒരു അഭിപ്രായം പറയുമ്പോൾ അവർക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചതിനെ ഇരിക്കാമായിരുന്നു. അതുണ്ടായില്ല. അതിനെ പിൻപറ്റി അതൊരു ചേരിപ്പോരിലേക്ക് പരിണമിക്കുകയും ചെയ്തു. അപ്പോൾ തിരുത്തേണ്ടവർ ആ സമയത്ത് തിരുത്തിയതുമില്ല. അല്ല, ഇതിൽ തിരുത്തലിന്റെ പ്രശ്നമില്ല, ചേരിപ്പോരിന്റെ പ്രശ്നമില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, KSU നേതാക്കൾ അവർക്ക് ഈ പബ്ലിസിറ്റിക്ക് കിട്ടിയൊരു അവസരം അവർ വിനിയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പൊ ഇങ്ങനെ കിടന്ന് പരസ്പരം പോരടിച്ചാല് കോൺഗ്രസിനൊന്നും സംഭവിക്കില്ല, ഭരണത്തിനൊന്നും സംഭവിക്കില്ല. അവർക്കാണെങ്കിൽ ചെറിയൊരു പബ്ലിസിറ്റി കിട്ടുകയും ചെയ്യും. അത്രേ ഉള്ളൂ. അതിൽ ഞാൻ പറഞ്ഞു വന്നത്, മുഖ്യമന്ത്രി ആ സമയത്ത് അതിലെ ആ ഒരു സ്ഫോടനാത്മകമായ ഉത്തരം പറയുമ്പോൾ തന്നെ അത് അദ്ദേഹം ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നു എന്താ വെച്ചാൽ, പ്രതീക്ഷ പറഞ്ഞ പോലെ പറയാൻ പറ്റില്ല, പക്ഷെ KSUക്കാർക്ക് ഇതിലിപ്പോ എന്താ കാര്യം എന്ന് ആ പറഞ്ഞ കാര്യം ഒന്നും മിതപ്പെടുത്തി മയപ്പെടുത്തി പറഞ്ഞെങ്കിൽ പ്രശ്നം തീരുമായിരുന്നു. അത് അദ്ദേഹത്തെ കുറ്റം പറയില്ല. കാരണം ആ സമയത്തുള്ള ഒരു വാർത്താ സമ്മേളനത്തിലെ ചോദ്യങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ, ചില അരോചകമായ ചോദ്യങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടി, വാർത്താ സമ്മേളനം അലങ്കോലപ്പെടുത്താൻ വേണ്ടി ഒരു പുത്തൻ പ്രവണത ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇത് KPCCയിൽ അനുസ്മരണ വേദിയിൽ എന്താണ്, ഏറ്റവും മുതിർന്ന നേതാവാണല്ലോ VM സുധീരൻ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാർക്കും ഈ വിഷയം ഇങ്ങനെ പോകുന്നത് ശരിയല്ല, ഇത് കോൺഗ്രസിനെ വികൃതമാക്കും. 2 മാസം ഇന്നാകുന്നതേ ഉള്ളൂ. ആ തികഞ്ഞ ഒരു സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ അത് കൊണ്ടുപോകുന്നത് അത് ഭൂഷണമല്ല. തെറ്റായ സന്ദേശം ജനങ്ങളിലേക്ക്, വളരെ പ്രതീക്ഷയോട് അധികാരമേറ്റ ഒരു സർക്കാരിനെ കുറിച്ച് അങ്ങനെ മോശം അഭിപ്രായം ജനങ്ങൾക്കിടയിലേക്ക് പകർന്ന് നൽകരുത് എന്ന രീതിയിൽ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായോ? അതാണ് അത്ഭുതപ്പെടുത്തുന്നത്. അല്ലാതെ ഉണ്ടാകാൻ പറ്റില്ല പ്രതീക്ഷയെ. കാരണം എന്താ വെച്ചാല് വാളെടുത്ത് നിൽക്കുകയാണ് എല്ലാവരും. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിലെ കോൺഗ്രസ് പ്രവർത്തകർ, ഈ പറയുന്ന നേതാക്കളൊക്കെ ആരായാലും ശരി, കോൺഗ്രസ് പ്രവർത്തകർക്ക് അവരോടൊരു പരിഹാസമാണ്. അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവരവരുടെ സപ്പോർട്ടർമാരെ നോക്കിയിട്ട് കാര്യമില്ല, പരിഹാസമാണ്. കാരണം എന്താ വെച്ചാല് ഭരണം കിട്ടിയിട്ട് 2 മാസമായിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇതിനുള്ളിൽ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യം എന്താ? അത് കാര്യമില്ലാത്തൊരു കാര്യം. ഇതില് KSUവിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ ഇപ്പൊ ആരും, നിങ്ങളൊക്കെ ഇപ്പൊ VM സുധീരൻ എന്ന് അലോഷ്യസ് സേവ്യറിന്റെ ഇതേപോലെ സേവ്യർ എന്ന് ചോദിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന് അദ്ദേഹത്തോട് വിരോധമില്ല എന്ന് പരസ്യമായി കാണിച്ച ഒരു രാഷ്ട്രീയമായ കൗശലമാണ്. അത്ര ഉള്ള അതിൽ കാര്യം. പക്ഷേ ഇതിൽ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇത് നിയമിക്കപ്പെട്ട ആളുണ്ട്, അദ്ദേഹം ഒരു പഴയ കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോവുകയാണ് നല്ലത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാല് ഇങ്ങനെ എല്ലാവരുടെയും എതിർപ്പ് കേട്ട് അത് ഭരണം വരുമ്പോൾ എങ്ങനെ ഒരു താല്പര്യത്തിന്റെ പേരിൽ വരിക, ഒരു സ്ഥാനത്ത് വരിക, അത് വിവാദമാകുക, അതിന് മുമ്പേ ആ സ്ഥാനം ഒഴിഞ്ഞു പോയിരിക്കും നല്ലത്. അതാണ് അങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ KSUക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ധരിക്കുന്ന എന്താ വെച്ചാല് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് വെച്ചാല് പഴയ കാലത്തെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. പഴയകാല KSU ആയിരിക്കും ഇപ്പൊ. പഴയകാല കേസ് എന്ന് വെച്ചാൽ കോൺഗ്രസിനെ തിരുത്താൻ ശക്തിയുള്ള, കോൺഗ്രസിനെ തിരുത്താന്ന് വെച്ചാൽ കോൺഗ്രസിനെ തിരുത്താൻ നടക്കലായിരുന്നില്ല അവരുടെ പണി. അക്കാലത്തെ നേതൃത്വത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു കാലത്ത് പ്രായമേറിയ നേതൃത്വം KPCC കൊണ്ടുനടന്ന സമയത്ത് അന്നത്തെ യുവതലമുറ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി അവരുടെ ആവശ്യമല്ല. ഇപ്പോഴും ഇത് നമുക്കറിയാം, മുഖ്യമന്ത്രി ചർച്ചകളോടൊപ്പം അല്ലെങ്കിൽ ഒരുപാട് സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം കടന്നുപോയതാണ്. അപ്പോൾ അതിനെയൊക്കെ തന്നെ പരാമർശിക്കപ്പെടുന്ന അല്ലെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് ഗ്യാലറിയിൽ നിന്ന് കളി കാണുന്നവർ അവരുടെ സംഘടിതമായിട്ടുള്ള സതീശ് നേരെയുള്ള ആക്രമണമാണോ ഇപ്പോൾ പ്രതിഫലിക്കുന്നത്? അല്ല, പൂർണ്ണമായിട്ടും അങ്ങനെ ആവില്ല, പക്ഷെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കാരണം വെച്ചാൽ അങ്ങനെയാണല്ലോ രാഷ്ട്രീയം, അതല്ലേ പ്രതീക്ഷ.
ഏത് പാർട്ടിയിൽ അതില്ലാത്തത്? ഒന്ന് കണ്ണടച്ചാൽ ഒന്ന് അനുഭവിച്ചോട്ടെ എന്നുള്ളൊരു രീതി എല്ലാ നേതാക്കൾക്കും ഉണ്ടാവും. അതിൽ ഞാൻ അവരെയും കുറ്റം പറയില്ല. കാരണം എന്താ വെച്ചാല് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആത്മാർത്ഥത, വ്യക്തിബന്ധം, സ്നേഹം എന്നൊക്കെ പറയുന്നത് ആ കാലഘട്ടം അസ്തമിച്ചു. ഇന്നിപ്പോ എങ്ങനെയാണെന്ന് വെച്ചാല് രാഷ്ട്രീയത്തിൽ എങ്ങനെയാണോ മുന്നേറാൻ പറ്റുക, അതിൽ രാഷ്ട്രീയത്തിലെ നമ്മുടെ പഴയകാല ചരിത്രം പരിശോധിച്ചാൽ അത് തന്നെ അറിയാം. മുന്നിൽ പോകുന്ന ആളെ പിന്നിലേക്ക് ആക്കിയിട്ട് അല്ലെങ്കിൽ കൂടെ നടന്ന് കാലിൽ ചവിട്ടി വീഴ്ത്തിയിട്ട് മുന്നോട്ട് പോവുക, അതാണ് രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ആ രാഷ്ട്രീയത്തില് ആരെന്ത് പറഞ്ഞാലും ശരി, അതിലൊരു ആത്മാർത്ഥതയും ഞാൻ കാണുന്നില്ല. അങ്ങനെയുള്ള ഒരു ബന്ധമുള്ള കാലം ഉണ്ടായിരുന്നു കേട്ടോ. ഈ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അവിടെ പോഷക സംഘടനകൾക്കെല്ലാം അഭിപ്രായം പറയാം. അവിടെ നോക്കൂ, ഒറ്റ ഭരണത്തിന്റെ കീഴിൽ, ഏകാധിപതിയുടെ കീഴിലൂടെ പോകുന്ന പാർട്ടിയല്ല ഇത്. ഞങ്ങൾക്ക് അഭിപ്രായം സ്വാതന്ത്ര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷം ഈ പോഷക സംഘടനകൾ, മറ്റ് പ്രതിപക്ഷ പാർട്ടിയുടെ പോഷക സംഘടനകളൊക്കെ എവിടെയായിരുന്നു, മുട്ടിടിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഓരോരുത്തത്തിൽ കോൺഗ്രസിൻ്റെ ആ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് നമുക്കതിനെ അംഗീകരിക്കാം. പക്ഷേ അതല്ല സാഹചര്യം. ഇപ്പോൾ KSUവിൽ എന്താണ് ഇന്നത്തെ പ്രതികരണം വരുന്നത്? അവിടെ പല ജില്ലാ കമ്മിറ്റികളും പല രീതിയിൽ ഈ നിയമനത്തെ അനുകൂലിച്ച് രംഗത്ത് വരുന്നു. സംസ്ഥാന അധ്യക്ഷനെ ആക്രമിച്ച് എറണാകുളത്തെ ജില്ലാ അധ്യക്ഷൻ വരുന്നു. തൃശ്ശൂർ ജില്ലാ അധ്യക്ഷൻ്റെ ഫേസ്ബുക്ക് വേറെ. അപ്പോൾ വല്ലാത്ത രീതിയിലൊരു പരസ്യ വിഴുപ്പലക്കൽ, ചെളിവാരിയേറിയൽ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മലന്ന് കിടന്ന് തുപ്പുകയാണ്. അപ്പോൾ ഈ പോക്ക് എങ്ങോട്ടാണ്? ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇതിൻ്റെ ക്ലൈമാക്സ് എന്തെന്നാണ് അങ്ങ് കാണുന്നത്? എന്നോടാണോ പ്രതീക്ഷ? അതെ അതെ അതെ, ലോങ് റണ്ണിങ് ദീർഘകാല യെസ്, അങ്ങയോടാണ്. എന്നോടാണോ? അതെ അതെ അതെ, ശ്രീ ജോർജ് പൊടിപ്പാറ. എന്നോടാണോ? അതെ 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 അതെ, അങ്ങയോടാണ്. ഇത് ശ്രീകുമാർ പറഞ്ഞ പല കാര്യങ്ങളും വസ്തുതയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു തരം ഉള്ളി തൊലിവിളിച്ച പോലത്തെ കേസല്ലേ ഇത്. ഒരു വാസ്തവത്തിൽ ഇത്രമേൽ വലിയൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ ഇത്രയൊക്കെ കൊണ്ടാടാൻ മാത്രം ഗൗരവമുള്ളൊരു വിഷയമാണ്. മുഖ്യമന്ത്രി ആ പത്രസമ്മേളനത്തിൽ ഈ പറഞ്ഞ ഈ പ്ലീഡർ നിയമനത്തെ പറ്റിയുള്ള ചോദ്യത്തിൽ ലോ കോളേജിലെ KSU യൂണിറ്റ് പറഞ്ഞ അഭിപ്രായത്തെ കുറിച്ച് അവരിതിനെ എതിർക്കുന്നുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഇട്ട് നേരിട്ട് ഇങ്ങനെ ആ ഒരു വല്ലാത്ത ഒരു ടെൻഷനിലോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് പെടുന്നതിനെ അദ്ദേഹം ഒരു പ്രതികരണം, ലോ കോളേജ് യൂണിറ്റ് ആണോ പ്ലീഡർമാരെ നിയമിക്കുന്ന കാര്യം തീരുമാനിക്കുന്നത്? അതൊന്നും അവരെ അന്വേഷിക്കേണ്ട കാര്യമല്ല, അവർ ചെയ്യേണ്ട കാര്യമല്ല. അത് ഇത്തിരി ആ വാക്കുകൾക്ക് അല്പം എന്താ പറയാ, ശ്രീകുമാർ പറഞ്ഞ പോലെ സ്ഫോടനാത്മകമായ ഭാഷ എന്നല്ല, കുറച്ചുകൂടി ഒരു VD സതീശനെ പോലുള്ളൊരു മുഖ്യമന്ത്രി, ഒരു KSU എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു വിദ്യാർത്ഥി സംഘടനയാണല്ലോ. ആ സംഘടന ഒരു അഭിപ്രായം പറയുമ്പോൾ, പ്രത്യേകിച്ചും പ്ലീഡർ നിയമനമാണ്, ലോ കോളേജ് യൂണിയൻ അവിടെ പഠിച്ചവരായിരിക്കും, അവർക്ക് ചില കാര്യങ്ങളിൽ അഭിപ്രായങ്ങളുണ്ടാവും. അതിനോട് ആ രീതിയിൽ വളരെ ഷാർപ്പായിട്ട് ഒരു പ്രതികരണം നടത്തേണ്ടിയിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഈ മുഖ്യമന്ത്രിയെ അടിക്കാൻ ഒരു വടി കാത്തിരുന്നത് പോലെ ഈ വിഷയത്തിൽ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉടൻ രംഗത്ത് വരികയും അദ്ദേഹം ഉടനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, അദ്ദേഹം പരസ്യമായി പ്രതികരിക്കുന്നു, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു പൊതു സംവാദത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയാണ്. അപ്പൊ ഒരു അവസരം കാത്തു നിന്ന പോലെ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ ആ വിഷയത്തെ കുട്ടികളെ ഇറക്കി ചുടുചോറ് തീറ്റിക്കുന്നത് പോലെ എങ്ങനെയും വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ രീതിയിൽ അതൊരു കാത്തിരുന്നൊരു അവസരം കിട്ടിയപ്പോ ആ അവസരം ഉപയോഗിച്ച് ആഞ്ഞടിച്ച്, ഇത് ആർക്കെതിരെയാണ് ആഞ്ഞടിക്കുന്നതെന്ന് കൂടി ആലോചിക്കണ്ടേ? 10 വർഷമായിട്ട് വരൾച്ച ബാധിച്ച് വല്ലാതെ ശുഷ്കിച്ചു പോയൊരു പ്രസ്ഥാനം ആ 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഒരു നാടിന്റെ മുഴുവൻ അനുഗ്രഹവും ഒരു നാടിന്റെ മുഴുവൻ എന്താ പറയാ ആഗ്രഹവും വിശ്വാസവും ഈ മുന്നണിക്ക് അവർ ചെയ്തതിന്റെ ഗുണം കൊണ്ട് മാത്രമല്ല, അത് ആദ്യം മനസ്സിലാക്കണം. ഇപ്പൊ KSUവിന്റെ സമരം കൊണ്ടോ KSU മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ ഒന്നും ബലത്തിലല്ല, മറിച്ച് 10 വർഷക്കാലം, പ്രത്യേകിച്ച് അവസാനത്തെ 5 വർഷം ഒരു സർക്കാരിനെതിരെ ഉണ്ടായ ജനരോഷം, അത് UDF നടത്തിയ സമര പരമ്പരകൾ കൊണ്ടോ UDF മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ ചാരുത കൊണ്ടോ മാത്രമല്ല, അത് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു പ്രതിഷേധ വോട്ടാണ് അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ. അല്ലെങ്കിൽ അന്നത്തെ സന്നിഗ്ധ ഘട്ടങ്ങൾ നമുക്കറിയാം. 10 പതിറ്റാണ്ടുകളുടെ കോൺഗ്രസിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പ് പോയിന്റ് അങ്ങ് സീമകളെല്ലാം ലംഘിച്ച് നിന്ന ഘട്ടമൊക്കെ അങ്ങേക്ക് അറിയാമല്ലോ, പറഞ്ഞു തരണ്ട. പക്ഷെ അന്നൊക്കെ എന്തായിരുന്നു, ഹൈക്കമാൻഡിന്റെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഇതിന് അപ്പുറത്തേക്ക് ഒരു ഇടപെടൽ നടത്താൻ ഒരാളുണ്ടായിരുന്നു. പക്ഷേ ഈ ഇടപെടേണ്ട ആള് ഇതിന്റെ തന്നെ ഈ റേസിന്റെ ഭാഗമായി നിൽക്കുകയാണ്.
തക്കം പാർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഈ മുറിവ് വ്രണമാക്കുകയല്ലേ? ഓരോ ദിവസവും പഴുത്ത് വ്രണമാക്കി അങ്ങനെ ദുർഗന്ധം ഓമിപ്പിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഓരോ ദിവസം എത്തിക്കുന്നതിന്റെ ഉത്തരവാദി ആരാണ്? അങ്ങനെ നമുക്കിപ്പോ തീർത്ത് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇന്ന് കെ.സി. വേണുഗോപാൽ അങ്ങനെ സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഇപ്പൊ താങ്കൾ ഉദ്ദേശിക്കുന്ന അങ്ങനെയാണല്ലോ. ഞാൻ ആ രീതിയിൽ ഇതിനെ കാണുന്നില്ല, അത്രത്തോളം ഒന്നും പോവുകയില്ല. അലോഷ്യസ് സേവ്യറിന്റെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഒരല്പം കൂടി മയവും മാർദ്ദവും ആകാമായിരുന്നു എന്നതോടൊപ്പം തന്നെ അലോഷ്യസ് സേവ്യർ ആ കാര്യത്തെ സമീപിച്ച രീതിയിൽ ഇന്നിപ്പോ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അടക്കം സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരൊക്കെ അടക്കമുള്ളവർ പറഞ്ഞതുപോലെ അദ്ദേഹം എന്തോ ഒന്ന് കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് മോഹഭംഗം ഉണ്ടാകാം, അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ല, അതിന്റെ ഒരു രോഷമൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടാകാം, അതിങ്ങനെ പുകയുന്നുണ്ടാകാം, നീറുന്നുണ്ടാകാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് എന്താ? ഇപ്പൊ നേരത്തെ ശ്രീകുമാർ പറഞ്ഞതുപോലെ ഈ വിഷയം പൊതുമധ്യത്തിലിട്ട് അലക്കുകയാണോ വേണ്ടത്? ഒരു വിഴുപ്പലക്കി ആണോ ചെയ്യേണ്ടത്? ഈ സർക്കാരിന് 60 ദിവസം മാത്രം പ്രായമായ ഒരു സർക്കാരിനെതിരെ ഇത്രത്തോളം ആഞ്ഞടിക്കാൻ മാത്രം പോകുന്നൊരു വിഷയമാണോ ലീഡർ നിയമനം? ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത എന്താ? ഇവർ പറയുന്ന SFI പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ആ നിയമനത്തിന് ശുപാർശ നൽകിയത് താനാണ് എന്ന് ഡീൻ കുര്യാക്കോസ് അംഗീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്, ഇപ്പോഴത്തും യുവ MP-മാരിലെ പ്രമുഖരിൽ ഒരാളാണ്. ശ്രീ ജോർജ് കൂടി ഒരു കാര്യം ചോദിക്കട്ടെ. കാരണം ഇന്നിപ്പോൾ എല്ലാ സുധീറിന്റെ അടക്കം പ്രതികരണങ്ങൾ താങ്കൾ കേട്ടുവല്ലോ. പിന്നീട് ഫേസ്ബുക്കിലൂടെ എല്ലാവരും പക്ഷം ചെന്ന് സംസാരിക്കുകയാണ്. സാധാരണ കോൺഗ്രസ് പ്രതിപക്ഷത്തായാലും അല്ലെങ്കിലും കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു വിഷയം ഇങ്ങനെ മൂർച്ഛിച്ച് വരികയാണെങ്കിൽ ആ ദിവസം പരസ്യ പ്രതികരണത്തിന് ഒരു ചാനലിലേക്ക് പോലും അവരുടെ നേതാക്കന്മാരെ വിടാറില്ല, അവരുടെ മീഡിയ സെല്ല്. പക്ഷേ ഇന്നലെ എന്താണ്, എല്ലാവരും പോട്ടെ, എല്ലാവരും സംസാരിക്കണം എന്ന് പറഞ്ഞ് അതെ, അവർ കൃത്യമായ രീതിയിൽ പ്ലാൻ ഇതിൽ കാണുന്നുണ്ട്. ഞാനത് ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു. ഇത് യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല, ഇതിന്റെ പിന്നിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ് ഉണ്ട്. ആ മൂവ് എന്ന് പറയുമ്പോൾ ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ആളുകൾ ഏതാണ്ട് എല്ലാവരും ഒരേപോലെ സംസാരിക്കുകയാണ്. നമ്മൾ സാധാരണ CPM-ന്റെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന വക്താക്കൾ ഇരുന്ന് സംസാരിക്കുന്ന പോലെ ക്യാപ്സ്യൂൾ പരുവത്തിലാണ് സംസാരം. അപ്പോൾ ആ വന്നവരിൽ ഏറിയ പങ്കും ഇപ്പോ ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി വലിയ തർക്കങ്ങൾ കേരളത്തിൽ കോൺഗ്രസിൽ UDF-ൽ ഉണ്ടായ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന വക്താക്കളെല്ലാം ഏകപക്ഷീയമായിട്ട് ഒരാൾക്ക് വേണ്ടി മാത്രം സംസാരിച്ചിരുന്ന വക്താക്കളാണ്. ഞാൻ പേര് പറയാതെ തന്നെ താങ്കൾക്ക് മനസ്സിലാവുണ്ടാവും. അവരൊക്കെ തന്നെയാണ് ഇന്നലെ രംഗത്ത് വന്നത്. അപ്പൊ അവരെ മാത്രം സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ അവർ തന്നെ പോകണം, സംസാരിക്കണം, ആ ആംഗിളിൽ കാര്യങ്ങളെ കാണണം. അതായത് ഏതെങ്കിലും രീതിയിൽ ഒരു മുറിവുണ്ടെങ്കിൽ അത് അണക്കാനല്ല, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആ മുറിവ് വ്രണമാക്കാനുള്ള ഒരു ബോധപൂർവമായ പരിശ്രമം ഇന്നലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാനുള്ള എല്ലാ ന്യായവുമുണ്ട്. അത്രത്തോളം വലിയൊരു അപരാധം VD സതീശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്ന ചോദ്യം ആരും ചോദിക്കുന്നില്ല. ഇപ്പൊ സുധീറിന് പോലും ഇന്ന് ഈ രീതിയിലൊരു നാടകം കളിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇന്ന് ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നു. ഈ രീതിയിൽ തന്നെ താങ്കൾ പൊട്ടിത്തെറിക്കണം, ഈ ആർജവമാണ്, പ്രതികരിക്കാനുള്ള ശേഷിയാണ് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ ബലം, അതിന്റെ പ്രസക്തി എന്നൊക്കെ ഇങ്ങനെ പറയേണ്ട ഒരു ഘട്ടമാണോ അദ്ദേഹത്തെ പോലുള്ളൊരു മുതിർന്ന നേതാവ്? ഇത് അത്ര വലിയൊരു ഗൗരവമാക്കേണ്ട, നമുക്ക് ഈ പ്രശ്നം സെറ്റിൽ ചെയ്യാം, നമുക്ക് പറഞ്ഞു തീർക്കാം. നമ്മുടെ മന്ത്രിസഭയൊക്കെ നമ്മുടെ സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാകുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകരുത്, നമുക്ക് ഉചിതമായ പാർട്ടി വേദികളിൽ ഈ കാര്യം സംസാരിക്കാൻ അവസരമുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു മുറിവുണക്കൽ, ഒരു പാച്ചപ്പാണ് സുധീറിനെ പോലെയുള്ള ഒരു പ്രമുഖ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. പകരം ഉണ്ടാകുന്നത് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു, നീ ചെയ്തത് അങ്ങേറ്റം ശരിയാണ് എന്ന്, അല്ലെങ്കിൽ എല്ലാ പിന്തുണയും കൊടുക്കുന്ന പോലത്തെ ഒരു തോന്നലാണ് ഉണ്ടാവുന്നത്. അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. ഇത്രത്തോളം വലിയൊരു സംഭവമാണ്. 2 ലീഡർമാരുടെ കാര്യത്തിലാണ് ഈ പ്രശ്നം. അതിൽ ഒരാളെ ഒരു MP ശുപാർശ ചെയ്തു എന്ന് പറയുന്നു, മറ്റേയാളുടെ കാര്യത്തിൽ ഇന്ന് അവർ പറഞ്ഞത് അദ്ദേഹം KSUവിന്റെ കേസുകളൊക്കെ കൃത്യമായി വാദിക്കുന്നു, MG യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് എവിടേക്കൊക്കെ. അപ്പൊ ഇതിനകത്തെല്ലാം കൃത്യമായ ഒരു ചേരിതിരിവ് വരുന്നു. അതൊരു തുടർച്ചയായിട്ടും നമുക്ക് കാണേണ്ടി വരും. ആ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ പാർട്ടിയിൽ ഉണ്ടായ ആ ചേരിതിരിവ്, ആ ചേരിതിരിവിന്റെ ഒരു തുടർച്ചയായിട്ട് മുഖ്യമന്ത്രി അങ്ങനെ വളരെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന്
ഭരിക്കണ്ട, കിട്ടുന്ന ഏത് വടിയും ഉപയോഗിച്ച് ഞങ്ങളെ അടിക്കും എന്ന രീതിയിൽ ഇത് എന്തൊരു കഷ്ടമാണത്. അതായത് ഈ ജനം ആശീർവദിച്ച് അനുഗ്രഹിച്ച് അവർ പ്രതീക്ഷിച്ചതിനും വലിയ ഭൂരിപക്ഷം കൊടുത്ത് അധികാരത്തിൽ വന്നൊരു സർക്കാർ അധികാരത്തിലേറെ നിമിഷങ്ങൾക്കകം തന്നെ ജനങ്ങളുടെ മനസ്സ് കവരുന്ന ഒത്തിരി തീരുമാനങ്ങൾ കൊടുത്തു. ശ്രീ എൻ ശ്രീകുമാർ, ഒരു സർക്കാരിനെ സംബന്ധിച്ച് ആ സർക്കാരിന്റെ ഹണിമൂൺ പീരീഡ് എന്ന് പറയുന്നത് ഒരു 100 ദിവസമാണ്. ഇപ്പോൾ 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈ സർക്കാർ. വി ഡി സതീശൻ ഒന്ന് ഇരിക്കട്ടെ, അദ്ദേഹം ഇരിക്കാനുള്ള സമയം കൊടുക്കൂ. അപ്പോൾ അതിനു മുൻപേ ചില പടയാളികളെ ഇറക്കിവിട്ട് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ശരികേടാണ് എന്ന് പക്ഷക്കാരാണ് എല്ലാവരും. പക്ഷേ പോട്ടെ, പക്വതയായ ഒരു സമീപനം ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും മിതത്വം പാലിക്കണമായിരുന്നു. പിന്നെ എന്താണ് അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഈ രീതിയിൽ പൊതുജന മധ്യത്തിലേക്ക് ഈ വിഷയം വഷളാക്കുന്ന രീതിയിൽ ഈ ആരോപണങ്ങൾക്കൊക്കെ കുറച്ചുകൂടി വഴി വെട്ടി തെളിക്കുന്ന അല്ലെങ്കിൽ തുറക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ പെരുമാറ്റവും പോയി. അപ്പോൾ അദ്ദേഹവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഒരു സമീപനമുണ്ട്. അപ്പോൾ എവിടെയാണ് ഇക്കാര്യത്തിൽ ഒരു തിരുത്തൽ വേണ്ടത്? അതും അടിയന്തരമായി വേണം. ഈ ഓരോ ദിവസവും കഴിയുമ്പോൾ എന്താണ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവിൽ തല്ലുന്ന രീതിയിലേക്ക് പോവുകയാണ് ആ സംഘടന. അത് ശ്രീ പ്രജീഷ് പറഞ്ഞ വളരെ ശരിയാണ്. കാരണം ഈ പ്രശ്നം തീരണം, അല്ലെങ്കിൽ എന്താ പറയുക, KSUക്കാരുടെ കാര്യമാണ്. അപ്പൊ ഓരോ കോളേജിലും KSUവിൽ 2 വിഭാഗങ്ങളൊന്നും അല്ലെ തന്നെ കോളേജുകളിൽ KSU ദുർബലമാണ്. ആ കൂട്ടത്തിൽ 2 വിഭാഗങ്ങളായിട്ട് അടി തുടങ്ങിയാൽ അതൊരു മോശം പ്രവണതയിലേക്ക് എത്തും. കാരണം പ്രാദേശിക തലത്തിൽ അതിന്റെ കോൺഗ്രസിലും പിന്നെ ചേരിതിലും ഒക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസിൽ ഒരു പ്രശ്നം സംഭവിക്കില്ല. പക്ഷെ KSUക്കാർ കുട്ടികളെന്ന് വെച്ചാൽ അവരെ സംസ്ഥാനം അവരെ ആരും ഉപയോഗിക്കുന്ന ഞാൻ കരുതുന്നില്ല. പക്ഷെ അവര് ചില നേതാക്കളുടെ പോക്കറ്റിൽ കയറി പറ്റാൻ വേണ്ടി ഒരു ശ്രമം നടത്തും. അതിന് ആദ്യമായിട്ട് കോൺഗ്രസ് ചെയ്യേണ്ടത് ഈ നേതാക്കൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് അവരാദ്യം നമ്മുടെ KPCC സംവിധാനം ഇവിടെ ഉണ്ടാക്കണം. KPCC സംവിധാനം എന്ന് വെച്ചാൽ പ്രസിഡന്റ് ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഉത്തരവുണ്ട്. അതല്ല, KPCC സംവിധാനം എന്ന് വെച്ചാൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സംവിധാനം വന്നാൽ പിന്നീട് ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ എന്താ വെച്ചാൽ ചോദിക്കാൻ ആളില്ല, നാഥനില്ല. അപ്പൊ അതുകൊണ്ട് ആരും വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് നമ്മൾ സ്ഥിരം പറയുന്ന ആ രീതിയിലാവുകയാണ്. ഇപ്പൊ ഒരാൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ആരും മനഃപൂർവ്വം അങ്ങനെ പറ എന്ന് പറയില്ല. പക്ഷെ അത് പറഞ്ഞാൽ അവരെ തിരുത്താത്ത തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ എന്ന് ചിന്തിക്കുകയാണ്. അത് KPCC പൊതുസംഘടന കഴിയുന്നവരെ ഉണ്ടാവും. KPCC ഇല്ലെങ്കിൽ ഇതിങ്ങനെ തുടരും, അത് മോശമാണ്. പിന്നെ വേറൊരു വിഷയം, നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ, ഞാൻ VD സതീശനെ ഇക്കാര്യത്തില് വിമർശിക്കുകയല്ല, പക്ഷെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എന്താ അത് ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ നമ്മളുടെ ആ മനസ്സ് പാകപ്പെടുത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് AK ആന്റണി പത്രസമ്മേളനം നടത്തുമ്പോഴേ ഒരുപാട് പ്രകോപനപരമായ ചോദ്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം അതിൽ നല്ല സരസമായ മറുപടി പറഞ്ഞുകൊണ്ട് ആ നാക്ക് പിടിച്ചത് കിട്ടും. ശ്രീ VD സതീശൻ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു യുവത്വം ഉണ്ടാക്കിയെടുത്തത് മാത്രമല്ല ഈ പ്രതിപക്ഷ നേതാവായിരിക്കും അദ്ദേഹം ഏറ്റവും മാതൃകാ പുരുഷനായ അക്കാര്യങ്ങളിലൊക്കെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ ഓർമ്മ ദിവസമാണെന്ന്. അതെ, തീർച്ചയായിട്ടും. അല്ല, അത് ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ ഞാൻ പറയാത്തത് എന്താണെന്ന് വെച്ചാല് ഉമ്മൻചാണ്ടി സാറിന്റെ ഘട്ടങ്ങളിൽ ചെയ്യുന്നത് ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. അദ്ദേഹം ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോ എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആ എന്ന് പറയുന്നത് അസുഖകരമായ ചില ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ബോധപൂർവമായിട്ടുള്ള ഒരു തന്ത്രമാണത്. അദ്ദേഹം കേൾക്കുന്നുണ്ട്, പക്ഷെ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പത്തേക്കും എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ആ ചോദ്യങ്ങളിൽ അദ്ദേഹം സോളാർ കാലഘട്ടങ്ങളിൽ വിവാദം നിൽക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ യോഗങ്ങളിലൊക്കെ പതിവ് ക്യാബിനറ്റിന് ശേഷം അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹം ഒന്നേലും ചെവി ഇങ്ങനെ പിടിച്ച് അങ്ങ് പറഞ്ഞ പോലെ അതെ, അതായത് ഹിതകരമല്ലാത്ത ചോദ്യങ്ങളാണെങ്കിൽ അദ്ദേഹം അങ്ങനെ നമ്പർ അത് പക്ഷേ മാധ്യമപ്രവർത്തകർക്കും പ്രശ്നമില്ല, ജനങ്ങൾക്ക് കേൾക്കുന്ന ആളുകൾക്കും പ്രശ്നമില്ല. അങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള മെയ്വഴക്കം അദ്ദേഹത്തിനും പല മുതിർന്ന നേതാക്കളും മെയ്വഴക്കല്ല ശ്രീ പ്രജീഷെ, മെയ്വഴക്കല്ല, പറഞ്ഞ പൂർത്തിയാക്കട്ടെ. അതായത് ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ ഒരു വിഭാഗം ലേഖകര്, അതിൽ പാർട്ടിക്കാരാണ്, പാർട്ടി പ്രസിദ്ധീകരണങ്ങളുടെ ആളുകളുണ്ട്, വളഞ്ഞിട്ട് വല്ലാതെ ചോദ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ചിരുന്നു. ആ ശൈലി മാറുന്നില്ല. സാധാരണ ഇതിൽ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഒരു ബഹുമാന്യതയുണ്ട്. അറിയാം മുഖ്യമന്ത്രിക്ക് നൽകാവുന്ന ഉത്തരത്തിന്റെ പരിധിയും അറിഞ്ഞുകൊണ്ട് പെരുമാറിയവരാണ് നമ്മളൊക്കെ. ഞാനും ജോർജ് പൊടിപാറൊക്കെ ഒരുപാട് മുഖ്യമന്ത്രിമാരുടെ പത്രസമ്മേളനത്തിൽ പോയിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു നമ്മൾ അവരോടൊരു ബഹുമാനം, അവർക്ക് ചില ചോദ്യങ്ങളിൽ ഒരു പരിമിതിയുണ്ട്, ഉത്തരത്തിന് അല്ലെങ്കിൽ ഒരു പരിധിയുണ്ട്. ആ പരിധി നമ്മൾ മനസ്സിലാക്കിയിട്ട് ബഹുമാനം കൊടുത്ത് ബഹുമാനം തിരിച്ചു വാങ്ങിക്കുക എന്നുള്ള. ഇന്നതല്ല, ഇന്ന് മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, പേരെടുത്ത് പറയേണ്ട ഒരു അവസ്ഥ വരികയാണ് അദ്ദേഹത്തിന്. അപ്പൊ അത് അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ അറിയാമോ, അടിയന്തരമായിട്ട് ശ്രീ VD സതീശൻ ചെയ്യേണ്ടത് അദ്ദേഹം ഒരു നല്ല മിടുക്കനായ കോൺഗ്രസ് നേതാവിനെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വെക്കണം.
കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് വെച്ചാൽ കാര്യങ്ങൾ അപഗ്രഥിച്ച് പറയാൻ പഠിച്ച് വരുന്ന ഒരാളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കാവുന്ന തലത്തിലൊന്നും ആവില്ല അവർ. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി നമ്മളൊന്നും വിചാരിക്കാത്ത ഒരാളായിരുന്നു ആദ്യം. നമ്മുടെ ആലപ്പുഴ DCC പ്രസിഡന്റ് ആയിരുന്ന ശർമ്മ സാർ, വാസുദേവ് ശർമ്മ, അറിയാമല്ലോ. അതുപോലെ നമ്മുടെ ഇദ്ദേഹം നയനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അപ്രതീക്ഷിതമായ ആ സ്ഥാനത്തേക്ക് കയറി വന്ന ഒരാളാണ് സ്പീക്കറായിരുന്നു നമ്മുടെ AP കുര്യൻ. അപ്പൊ ഇങ്ങനെ അവർക്കൊക്കെ എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ അറിയാം. അപ്പൊ നമ്മൾ ഈ മുതിർന്ന പത്രപ്രവർത്തകരെന്ന് ഞങ്ങളെയൊക്കെ വിളിക്കാറുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ട് എങ്ങനെയൊക്കെയാണ് ഈ രാഷ്ട്രീയം പോകുന്നത് വ്യക്തമായിട്ട് അറിയുന്നവരാ. അപ്പൊ അതുപോലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, അവർ വലിയ പ്രശസ്തിയും പ്രഗത്ഭരും ഒന്നും ആയിരിക്കില്ല പൊതുരംഗത്ത്, സോഷ്യൽ മീഡിയയിൽ താരമൊന്നും ആവില്ല, പക്ഷെ അവർക്ക് കാര്യങ്ങൾ അറിയാം. അപ്പൊ ഇന്ന രീതിയിൽ ഇന്നതാണ് നമ്മളുടെ ഒരു പോളിസി എന്ന് അതായത് മുഖ്യമന്ത്രിക്ക് ഉപദേശിക്കാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയുന്നില്ലെന്നല്ല അതിനർത്ഥം. പക്ഷേ അദ്ദേഹത്തിന്റെ 100,000 തിരക്കുകൾക്കിടയിൽ ഇന്ന പത്രസമ്മേളനത്തിൽ ഇന്ന ചോദ്യങ്ങൾ വരാൻ തയ്യാറുണ്ട്. രാഷ്ട്രീയക്കാരന്റെ ഒരു അനുഭവ പരിചയം മുഖ്യമന്ത്രി ഓഫീസിൽ ഒരു ചാലകശക്തിയായി മാറുമെന്നാണ് അദ്ദേഹം താങ്കൾ ചുരുക്കത്തിൽ പറഞ്ഞത്. ശ്രീ ജോർജ് പൊടിപാറ, അവസാനമായി ഈ പറഞ്ഞ പോലെ ഇവിടെ പാർട്ടി സർക്കാരിൽ ഒരു ഏകോപനം വേണം. ആ ഏകോപനം നടക്കുന്നില്ല. പല ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളും ഇപ്പൊ 2 മാസമായതേ ഉള്ളൂ എങ്കിലും ഒരുപാട് നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഭാരിച്ച വകുപ്പുകളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഏകോപിപ്പിക്കണം. തെറ്റുകൾ സ്വാഭാവികമാണ്. അത് തുടക്കത്തിലേത് പുഷ്പം പോലെ ഈസി ആയിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകണം. ആ നിലയ്ക്ക് എന്ത് ഒരു മാറ്റമാണ് വേണ്ടത് സംഘടനാ തലത്തിൽ? അതായത് ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ VD സതീശൻ പ്രതിപക്ഷ നേതാവിൽ നിന്ന് മുഖ്യമന്ത്രി കസേരയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് അനിവാര്യമായി ഉണ്ടാകേണ്ട ആ ഒരു എന്താ പറയുക ഒരു പ്രതികരണങ്ങളിൽ അതുപോലെ തന്നെ മറുപടികളിൽ ഒക്കെ ഉണ്ടാവേണ്ട ഒരു മാറ്റമുണ്ട്. ആ ഒരു പരിണാമം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൽ ഒരു മെറ്റാമോർഫോസിസ് ആണത്. അതായത് പണ്ട് പ്യൂപ്പയായിരുന്നെങ്കിൽ ഇപ്പൊ അദ്ദേഹം ശലഭമാണ്. ആ ശലഭമായി അതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതിലേക്കുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പരിണാമം അദ്ദേഹത്തിന് വന്നു ഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹം. അപ്പൊ സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ആ ഒരു മാറ്റത്തിലേക്ക് അദ്ദേഹം വരുന്നേ ഉള്ളൂ. കാരണം 60 ദിവസമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ 100,000 വകുപ്പുകളും അതുപോലെ തന്നെ ബജറ്റ്, ധവളപത്രം എന്ന് വേണ്ട ഈ സർക്കാർ മുന്നോട്ട് പോകേണ്ടതായ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ആഗ്രഹിച്ചെടുത്ത വകുപ്പുകളല്ല ഇത് മുഴുവൻ. ഈ ധനകാര്യ വകുപ്പൊന്നും വേറെ ആരും ഏറ്റെടുക്കാനും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിൽ വന്ന് ഭവിച്ചൊരു സാഹചര്യത്തിൽ ആ ചുമതലകൾ അദ്ദേഹത്തിന് നിറവേറ്റിയേ പറ്റൂ. അതിനിടയിൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ശമ്പളം, പെൻഷൻ തുടങ്ങി 100,000 കാര്യങ്ങൾ, പഴയ സർക്കാർ വരുത്തി വെച്ച ബാധ്യതകൾ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ മുമ്പിലാണല്ലോ, മുഖ്യമന്ത്രിയുടെ കാര്യത്തിലാണല്ലോ വരുന്നത്. ഇവിടെ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രീകുമാർ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒരു അനിവാര്യത ഉണ്ട്. അതും പരിണതപ്രജ്ഞരായ വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആ സ്ഥാനത്തേക്ക് വരേണ്ടതുണ്ട്. വളരെ സീസൺഡ് ആയിട്ടുള്ള, അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രശസ്തരല്ല, പക്ഷെ കാര്യങ്ങൾ നന്നായി അത് ചെയ്യുന്ന, മുഖ്യമന്ത്രിക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന, അദ്ദേഹത്തെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു ഉപദേശം അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം കൊടുക്കാൻ പറ്റുന്ന ഒരാള്, VD സതീശൻ പോലും ബഹുമാനിക്കുന്ന ഒരാൾ ആ പദവിയിലേക്ക് വരുന്നത് നന്നായിരിക്കും. ഇവിടെ വേറൊരു പ്രശ്നമുണ്ട് പ്രതീക്ഷ ഇതുവരെ പറയാത്ത. ഇപ്പൊ ഈ സംഘടനാ പ്രശ്നം എന്ന് പറയുന്നു. ഈ സംഘടന KPCC നിർജീവമാണ്. രാഷ്ട്രീയകാര്യ സമിതി ചേരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ പ്രസിഡന്റ്, ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് വേണം. ആ പ്രസിഡന്റ് വരണം, KPCC പുനഃസംഘടിപ്പിക്കണം. വർക്കിംഗ് പ്രസിഡന്റുമാര് 2 പേരും ഇപ്പം മന്ത്രിമാരാണ്. 3ാമത്തെ വർക്കിംഗ് പ്രസിഡന്റ് ആവട്ടെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനും കാര്യമായിട്ട് ഈ സംഘടന ഇങ്ങനെ ഒരു ചലനാത്മക അല്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതാരാ ചെയ്യേണ്ടത്? ഈ KPCC പുനഃസംഘടിപ്പിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. KPCC നിർജീവമാണെങ്കിൽ അതിന് ഉത്തരവാദി മുഖ്യമന്ത്രിയാണോ? പാർട്ടി സർക്കാർ ഏകോപനം നടക്കുന്നില്ലെങ്കിൽ അതിന്റെ കുറ്റം VD സതീശനാണോ? ഈ പറയുന്ന സംഘടനാ ചുമതലയുള്ള ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിക്കും ഒക്കെ അദ്ദേഹത്തിനൊക്കെ അല്ലേ അത് പ്രധാനമായിട്ട് ചെയ്യാൻ കഴിയുക? KPCC പ്രസിഡന്റിനെ ഉടനെ നിയമിക്കുന്നു. പാർട്ടിയും ഗവൺമെന്റും തമ്മിലുള്ള ആ ഒരു ഏകോപനം വളരെ കൃത്യമായി നിർവഹിക്കുന്ന രീതിയിൽ സംഘടനയെ അതിന് സജ്ജമാക്കി എടുക്കുക. ഇതൊന്നും VD സതീശന്റെ ജോലിയല്ല. അദ്ദേഹത്തിന് അതിന് ആവശ്യത്തിലധികം ജോലിയുണ്ട്. UDF ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പാർട്ടിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അത് ചെയ്യേണ്ടവര് സമയത്ത് ചെയ്യാതിരിക്കുകയും അതിലൂടെ പാർട്ടിയും സംഘടനയും ഗവൺമെന്റും തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ അതിൻ്റെതായ അളവിലും വ്യാപ്തിയിലും നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ
അതിലും വി ഡി സതീശനാണ് അതിനകത്ത് ഉത്തരവാദി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എപ്പോഴാ KPC പ്രസിഡന്റ് വരുന്നതെന്ന് പലരും വി ഡി സതീശനോട് ചോദിക്കുന്നു. പത്രപ്രവർത്തകർ അദ്ദേഹം എങ്ങനെയാ അതിനൊക്കെ ഉത്തരം പറയും? പക്ഷെ അതേ ചോദ്യങ്ങൾ എന്നാൽ അതേ ആർജവത്തോടെ അതേ ശക്തിയോടെ മറ്റു പലരോടും ചോദിക്കേണ്ടടുത്ത് ചോദിക്കുന്നില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത്, ഇപ്പോഴൊരു KPCC പ്രസിഡന്റ്, അദ്ദേഹം മന്ത്രിയായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് KPCC പ്രസിഡന്റായിട്ട് ആക്ട് ചെയ്യാൻ ഒരു തടസ്സവും ഇല്ല. പക്ഷെ അതെന്തുകൊണ്ടും നടക്കുന്നില്ല. അദ്ദേഹം ആ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും കൃത്യമായിട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ ഇന്ന് അദ്ദേഹം പറഞ്ഞു KSUക്കാരുടെ പ്രശ്നങ്ങൾ പാർട്ടി പരിഗണിക്കും, ചർച്ച ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് പശുവും ചെത്ത് മോരിലെ പുളിയും പോയി കഴിഞ്ഞിട്ട് അല്ല ഇത് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അപ്പൊ തന്നെ KSU പ്രസിഡന്റിനെ വിളിക്കുന്നു, മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നു, അതൊന്ന് സെറ്റിൽ ചെയ്യണം, അതിൽ പരസ്യ പ്രസ്താവനകളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഒഴിവാക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പറയാമല്ലോ, ഇത് ഈ ചർച്ച താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ചാനലുകളിലേക്ക് പാർട്ടി വക്താക്കൾ പോകണ്ട, ഈ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വേണ്ട, അത് കൂടുതൽ വഷളാക്കും. 60 ദിവസം മാത്രമായ ഒരു സർക്കാർ ഇതുവരെ ചെയ്തതിന്റെ ഗ്രേസ് മുഴുവൻ, ആ ഗരിമ മുഴുവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പ്രസ്താവനകൾ ഒരുപക്ഷെ പോയേക്കാം. അതിന്റെ ദുർഘടാവസ്ഥയിലേക്ക് ഒരു സംഘടനാ സംവിധാനവും ഒരു സർക്കാരിനെയും കൊണ്ടെത്തിക്കുമ്പോൾ ഇപ്പോൾ അതിൽ ഇടപെട്ട് വളരെ ഈസി ആയിട്ട് കാര്യങ്ങളെ സമവായത്തിന്റെ പാതയിലേക്ക് എത്തിക്കേണ്ട ആളുകൾ തന്നെ ഈ റേസിന്റെ ഭാഗമായി ഗാലറിയിൽ നിന്ന് കളി മാറുന്നു എന്ന തോന്നൽ ഈ താഴെത്തട്ടിലേക്ക് അടക്കം എത്തുന്നത് അത് ജനങ്ങൾക്കുണ്ട്. സംഘടനയിലുള്ളവർക്ക് ഇല്ലെങ്കിൽ പോലും പാർട്ടി പ്രവർത്തകർ, പാർട്ടിയുടെ വലിയ ആളുകളായിട്ട് നടക്കുന്നവർക്കൊക്കെ ഒരുപക്ഷെ അവർ കളി കണ്ട് രസിക്കായിരിക്കും. പക്ഷെ ഈ UDF-നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ലക്ഷോപലക്ഷം ജനങ്ങളുടെ മനസ്സിൽ വലിയ സങ്കടമുണ്ട്. ഇത് ഇങ്ങനെയല്ലല്ലോ പോകേണ്ടത്. ഇന്ന് രാവിലെ പോലും എന്നോട് 2-3 വളരെ പ്രായമായ ചില മനുഷ്യർ വിളിച്ചിട്ട് പറഞ്ഞു, വലിയ കഷ്ടമാണല്ലോ ഇത്, നിങ്ങളൊക്കെ കൂടെ ഈ പറഞ്ഞുണ്ടാക്കി ഇത് ജയിപ്പിച്ചിട്ട് ഇതിങ്ങനെയാണോ, ഇതെന്താ ഈ നടക്കുന്നതെന്ന് വല്ലാത്ത വേദനയുടെ, ഹൃദയവേദനയോടെ സംസാരിച്ച ചില മനുഷ്യർ, 70-80 വയസ്സുള്ള മനുഷ്യര്, അവരെ ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി ഇല്ലാതെ പോവുകയാണ്. ആ മറുപടി ഇല്ലാതാക്കുന്ന പാർട്ടിക്കാർ സ്വയം ചിന്തിക്കണം, അത്രത്തോളം വലിയ പ്രതിസന്ധി, അത്രത്തോളം വലിയ കാര്യങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടോ എന്ന് സ്വയം ചിന്തിച്ചിട്ട് അതിന് കൊടുക്കേണ്ട അനിവാര്യമായ ഒരു വിരാമത്തിന് പാർട്ടി മുൻകൈ എടുക്കണം. അതിന് മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തിറങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, അങ്ങനെ കുട്ടിക്കളിയല്ല കാര്യങ്ങൾ. അങ്ങനെ കുട്ടികളെ അണിനിരത്തി ഈ വിഷയം വഷളാക്കുന്നവർ അതിനെ സമയോചിതമായി തന്നെ തടയിടണം, കൂടുതൽ വികൃതമാകാതെ. വളരെയധികം നന്ദി ശ്രീ ജോർജ് പൊടിപാറ, ശ്രീ N. ശ്രീകുമാർ പ്രതികരിച്ചു.